കായിക ലോകത്തെ ബിസിനസ് വിശേഷങ്ങളുമായി സ്പോർട്സ് ഫോളിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് കായിക ലോകത്തെ ഈ മാസത്തെ പ്രധാന സംഭവങ്ങളും വാർത്തകളും എന്തൊക്കെയാണെന്ന് നോക്കാം. കായിക പ്രേമികളെ ഈ മാസം കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത് IPL ഗെയിം തന്നെയാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം ആരാണ് കിരീടമണിയുന്നതെന്ന്. മെയ് 31 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. മറ്റൊരു വാർത്ത തൻ്റെ 77-ാം വയസ്സിലും പൂൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ബാരി ഹെയ്നെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ വിജയികൾക്കായി കാത്തിരിക്കുന്നത് കോടികളുടെ പ്രൈസ് മണിയാണ്. പിന്നെ ഈ മാസം കായിക പ്രേമികളുടെ ഒരു വലിയ പ്രതിഷേധം അങ്ങ് മെൽബണിൽ നടന്നത് ശ്രദ്ധേയമായിരുന്നു. ഫെഡറേഷൻ സ്ക്വയറിൽ ഫിഫ വേൾഡ് കപ്പ് സ്ക്രീനിംഗ് നിരോധിച്ചതിനെതിരെ ആരാധകർ വലിയ പ്രതിഷേധം നടത്തി. പിന്നീട് സർക്കാർ തീരുമാനം മാറ്റി. ഫാൻസ് ഇതിനെ ഫുട്ബോൾ ഫാൻസ് വിൻ എന്ന് ആഘോഷിച്ചു. പിന്നൊരു പ്രധാന വിശേഷം ലോക പ്രശസ്ത ഫുട്ബോൾ ടീമായ ബ്രസീൽ ഇന്ത്യയുമായി സൗഹൃദ മത്സരത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. റൊണാൾഡീനോ ഉൾപ്പെടുന്ന ബ്രസീൽ ലെജൻഡ്സ് ടീം IM വിജയന്റെ ക്യാപ്റ്റൻസിയിലുള്ള ഇന്ത്യൻ ലെജൻഡ്സിനെ നേരിടാനൊരുങ്ങുന്നത് സെപ്റ്റംബറിലാണ്. കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ സൗഹൃദ മത്സരം. ഇനി നമ്മൾ ഏത് സ്പോർട്സിന് പിന്നിലെ ബിസിനസ് വിശേഷങ്ങളാണ് ഇത്തവണ അടുത്തറിയാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു സ്റ്റിക്ക്, ഒരു പന്ത്, 22 കളിക്കാർ. പക്ഷേ ഇതിന് പിന്നിൽ ചുറ്റുന്നത് കോടിക്കണക്കിന് ഡോളറുകളുടെ ബിസിനസ് സാമ്രാജ്യം. ഹോക്കി, ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനം. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വികാരവും വിപണിയും ഒരുപോലെ കൈവശം വയ്ക്കുന്ന ഒരു കായിക വിനോദം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ ചരിത്രം, ഇതിഹാസ താരങ്ങൾ, കളിയുടെ വളർച്ച, അതിനു പിന്നിലെ വമ്പൻ സാമ്പത്തിക ലോകം. നോക്കാം ഹോക്കിയുടെ വിശേഷങ്ങൾ. ഇന്ന് ലോകകപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി വലിയ സ്റ്റേഡിയങ്ങളും തത്സമയ സംപ്രേഷണങ്ങളും കോടികളുടെ സ്പോൺസർഷിപ്പുകളും താരങ്ങളുടെ തിളക്കവും ഓർക്കും. പക്ഷേ ഈ കളിയുടെ ലോകകപ്പിന്റെ തുടക്കം അത്ര ആഡംബരപൂർണ്ണമൊന്നുമല്ലായിരുന്നു. ഹോക്കി എന്ന കളിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും ആധുനിക ഫീൽഡ് ഹോക്കി 19-ാം നൂറ്റാണ്ടിൽ UK-യിലാണ് രൂപം കൊണ്ടത്. തുടർന്ന് അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു. പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഗെയിം പെട്ടെന്ന് വ്യാപിച്ചു. അന്ന് ഒളിമ്പിക്സിൽ ഹോക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഹോക്കിക്ക് സ്വന്തമായൊരു ലോകകപ്പില്ല എന്നത് അന്നൊരു പോരായ്മ തന്നെയായിരുന്നു. ഫുട്ബോളിന് ഫിഫ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. ക്രിക്കറ്റിന് ലോകകപ്പ് പദ്ധതികൾ അന്ന് ആലോചിക്കപ്പെട്ടു. എന്നാൽ ഹോക്കി എന്ന ഗെയിം ചർച്ചയിൽ പോലും വന്നില്ല. അതിന് അത്തരമൊരു ആഗോള വേദി ഇല്ലായിരുന്നു. എന്നാൽ ഒടുവിൽ ലോകത്തിലെ മികച്ച ടീമുകൾ ഒരുമിച്ച് ഏറ്റുമുട്ടുന്ന ഹോക്കിക്കായി മാത്രം ഒരു മഹാമത്സരം വേണമെന്ന് ആവശ്യമുയർന്നു. ഈ ആശയം ശക്തമായി മുന്നോട്ട് വെച്ചത് പാകിസ്ഥാനിലെ എയർ മാർഷൽ നൂർ ഖാൻ എന്ന കായിക പ്രേമിയായിരുന്നു. അദ്ദേഹം അന്ന് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അഥവാ FIH-നോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഹോക്കിക്കായി ഒരു വേൾഡ് കപ്പ് വേണം. FIH ഈ ആശയം അംഗീകരിച്ചു. അതോടെ ഹോക്കി ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. ഇതാണ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പ്. ആദ്യ മത്സരത്തിൽ തന്നെ ലോകത്തിലെ മികച്ച ടീമുകൾ പങ്കെടുത്തു. ഇന്ത്യ, പാകിസ്ഥാൻ, സ്പെയിൻ, നെതർലാൻഡ്സ്, ജർമ്മനി, ഓസ്ട്രേലിയ. ആദ്യ ലോകകപ്പ് ഫൈനൽ വളരെ ആവേശകരമായിരുന്നു. പാകിസ്ഥാനും സ്പെയിനും നേർക്കുനേർ. അവസാനം പാകിസ്ഥാൻ വിജയിച്ചു. അങ്ങനെ ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ചാമ്പ്യൻ എന്ന ബഹുമതി പാകിസ്ഥാൻ സ്വന്തമാക്കി. എന്നാൽ പിന്നീട് ചരിത്രം മാറി. 3-ാം തവണ മലേഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടി. അതും ചിരവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട്. മാത്രമല്ല ലോക 1-ാം നമ്പർ താരങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉടലെടുത്തു. അതിലൊരാളാണ് ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ഇന്ത്യയുടെ ഇതിഹാസം ധ്യാൻ ചന്ദ്. സ്വന്തം ഗോളിൽ നിന്നും പന്ത് പാസ് വാങ്ങി ഒറ്റയ്ക്ക് വഴിവെട്ടി അപ്പുറത്തെ പോസ്റ്റിനുള്ളിൽ വെടിയുണ്ട പോലെ ഗോൾ ഉതിർക്കാൻ കഴിവുള്ള പ്ലെയറാണ് ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ ഹോക്കി സ്റ്റിക്കിൽ പന്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നുവരെ ആളുകൾ വിശ്വസിച്ചു. അതുപോലെ ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ പ്രതീകമെന്നറിയപ്പെടുന്ന സർദാർ സിംഗും പേരെടുത്ത ഇന്ത്യൻ ഹോക്കി പ്ലെയറാണ്. എന്നാൽ 1975-ന് ശേഷം ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ ഒരിക്കൽ പോലും മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ ലോകത്തെ ഭരിച്ച ഇന്ത്യ ഇന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പന്തും ഗോളും ആരവങ്ങളുമായി കളി ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഒരു വലിയ ബിസിനസ് കൂടി ഈ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് പിന്നിൽ നടക്കുന്നുണ്ട്. മൈതാനത്ത് കളിക്കാർ സ്റ്റിക്കുമായി പോരാടുമ്പോൾ സ്റ്റേഡിയത്തിന്റെ ചുറ്റും മറ്റൊരു പോരാട്ടം നടക്കുന്നു, ബ്രാൻഡുകളുടെ പോരാട്ടം.
ആരുടെ ലോഗോ കൂടുതൽ കാണപ്പെടും, ആരുടെ പേര് കൂടുതൽ കേൾക്കപ്പെടും, ആരാണ് ആരാധകരുടെ മനസ്സിൽ ഇടം നേടുക. ഇത് വെറും പരസ്യം മാത്രമല്ല, ഇത് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് യുദ്ധമാണ്. ഒരു ലോകകപ്പ് അവസാനിക്കുമ്പോൾ ഫെഡറേഷന് വിവിധ സോഴ്സ് വഴി കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കും. അതിലൊരു സോഴ്സാണ് സ്പോൺസർഷിപ്പ്. ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പ് പോലുള്ള ഒരു ആഗോള കായിക മേളയ്ക്ക് പിന്നിൽ ഈ സ്പോൺസർഷിപ്പാണ് ഏറ്റവും വലിയ സാമ്പത്തിക ആശ്വാസം. സ്പോൺസർഷിപ്പ് എന്നത് എന്താണ്? ലളിതമായി പറഞ്ഞാൽ, ഒരു ബ്രാൻഡ് ഒരു കായിക മേളയ്ക്ക് പണം നൽകുന്നു. അതിൻ്റെ പ്രതിഫലമായി ആ ബ്രാൻഡിന് ലഭിക്കുന്നത് സ്റ്റേഡിയത്തിലെ ദൃശ്യ സാന്നിധ്യം, ജേഴ്സികളിലെ ലോഗോ, കമൻ്ററിയിലെ അനൗൺസ്മെൻറ്റ്, സോഷ്യൽ മീഡിയയിൽ പ്രമോഷൻ. ഇതൊക്കെ ഒരുമിച്ചെത്തുമ്പോൾ ഇഷ്ട കളിക്കാരനൊപ്പം ബ്രാൻഡും ആരാധകരുടെ മനസ്സിൽ ഇടം നേടും. ഇതൊരു പരസ്യത്തേക്കാൾ ശക്തമാണ്. കാരണം ആരാധകർ അവരുടെ പ്രിയ ടീമിനെയും താരങ്ങളെയും കാണുമ്പോൾ അവരോടൊപ്പം ആ ബ്രാൻഡിനെയും ഓർക്കുന്നു. സച്ചിനോടൊപ്പം നമ്മൾ MRFൻ്റെ ബാറ്റിനെയും ഇഷ്ടപ്പെട്ടതുപോലെ. ഇനി ആരൊക്കെയാണ് ഹോക്കി വേൾഡ് കപ്പിൽ പ്രധാനമായും സ്പോൺസർമാരായി എത്താറുള്ളത് എന്ന് നോക്കാം. സ്പോർട്സ് വെയർ കമ്പനികളായ അഡിഡാസ്, നൈക്ക്, ഗ്രേസ് ഹോക്കി എന്നിവരാണ് ഹോക്കി വേൾഡ് കപ്പിലെ സ്ഥിര സാന്നിധ്യം. സ്റ്റിക്കുകൾ, ഷൂസ്, ജേഴ്സികൾ എല്ലായിടത്തും ഇവരുടെ ബ്രാൻഡിംഗ് കാണാം. ഒരു താരം ഗോൾ നേടുമ്പോൾ അവൻ്റെ കഴിവിനൊപ്പം ക്യാമറയിൽ തെളിയുന്നത് ബ്രാൻഡിൻ്റെ പേരും കൂടിയാണ്. തൻ്റെ ഇഷ്ട കളിക്കാരനൊപ്പം ആ ബ്രാൻഡ് നെയിം കൂടി കണ്ടിരിക്കുന്ന ആരാധകരിൽ ആഴ്ന്നിറങ്ങും. ഇനി ഈ സ്പോൺസർഷിപ്പിലെ ഏറ്റവും വലിയ കരാർ ടൈറ്റിൽ സ്പോൺസർഷിപ്പാണ്. ടൂർണമെൻറ്റിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ആ ബ്രാൻഡ് നെയിം ചേർത്തായിരിക്കും. ഉദാഹരണത്തിന് ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി ടാറ്റ എത്തിയപ്പോൾ ടൂർണമെൻറ്റ് അറിയപ്പെട്ടത് തന്നെ ടാറ്റ IPL എന്നായിരുന്നു. അങ്ങനെ ഹോക്കി വേൾഡ് കപ്പിലും മുൻനിര കമ്പനികൾ ടൈറ്റിൽ സ്പോൺസേഴ്സായി എത്താറുണ്ട്. അവർക്കായി 30 കോടി മുതൽ 100 കോടി രൂപ വരെയുള്ള വിവിധ പാക്കേജുകൾ പിച്ച് ഡെസ്കിൽ ഹോക്കി ഫെഡറേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കമ്പനി കോടികൾ മുടക്കും. എന്തുകൊണ്ട്? കാരണം ഒരു കമ്പനി ടൈറ്റിൽ സ്പോൺസർ ആകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 360 ഡിഗ്രി കവറേജുള്ള പരസ്യമാണ്. ഇവന്റ് നെയിം റൈറ്റ്സ്, സ്റ്റേഡിയം ബ്രാൻഡിംഗ്, TV ലോഗോ വിസിബിലിറ്റി, പ്രസ് കോൺഫറൻസ് വിസിബിലിറ്റി, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ്, ഫാൻ എൻഗേജ്മെൻറ്റ് റൈറ്റ്സ്. അങ്ങനെ ടൂർണമെൻറ്റിൽ എവിടെ നോക്കിയാലും ടൈറ്റിൽ സ്പോൺസറുടെ പരസ്യം കാണാം. അങ്ങനെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ആ പേര് ആവർത്തിച്ച് കേൾക്കും. ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ആ ബ്രാൻഡിനെ ലോകോത്തര നിലവാരത്തിലെത്തിക്കും. അടുത്തത് സ്റ്റേഡിയം ബ്രാൻഡിംഗ് ആണ്. സ്റ്റേഡിയത്തിൽ നമ്മൾ കാണുന്ന സൈഡ് ബോർഡുകൾ, ഡിജിറ്റൽ LED പരസ്യങ്ങൾ, ഗോൾ പോസ്റ്റിന് പിന്നിലെ ലോഗോകൾ, മീഡിയ വാളുകൾ, ഇവയൊക്കെ സ്പോൺസർഷിപ്പ് കരാറുകളുടെ ഭാഗമാണ്. ഓരോ ഇഞ്ച് സ്ഥലത്തിനും നല്ല വിലയുണ്ട്. ഒരു LED ബോർഡിൽ 10 സെക്കൻഡ് പരസ്യം ചെയ്യാൻ പോലും ലക്ഷങ്ങൾ ചിലവാക്കുന്ന കമ്പനികളുണ്ട്. ഇനി മറ്റൊന്ന് ടീം സ്പോൺസർഷിപ്പാണ്. രാജ്യങ്ങളുടെ ടീമുകൾക്കും സ്വന്തം സ്പോൺസർമാരുണ്ട്. ഉദാഹരണത്തിന് ടീം ഇന്ത്യയെ ഒഡീഷ ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലെ ടൂറിസത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇതിലും നല്ല വേദി വേറെയില്ല. അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ പോലും ഹോക്കിയെ ഉപയോഗിച്ച് സ്വന്തം ബ്രാൻഡ് ലോകത്തിന് മുന്നിലെത്തിക്കുന്നു. ഇതും ഒരു ബിസിനസ് വരുമാനമാണ്. ഇനി പറയേണ്ടത് ഡിജിറ്റൽ സ്പോൺസർഷിപ്പിനെ കുറിച്ചാണ്. 90-2000 കാലഘട്ടത്തിൽ സ്റ്റേഡിയത്തിൽ മാത്രം നിറഞ്ഞിരുന്ന സ്പോൺസർഷിപ്പ് ഇന്ന് സ്റ്റേഡിയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു പുതിയ ശക്തിയായി ഡിജിറ്റൽ മീഡിയകളും രംഗത്തെത്തിയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, യൂട്യൂബ് ഹൈലൈറ്റ്സ്, ലൈവ് സ്ട്രീമിംഗ് ആപ്സ്, എവിടെയും ബ്രാൻഡുകൾ. ഒരു വൈറൽ ഗോൾ ക്ലിപ്പ് പോലും ഒരു കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഇംപ്രഷൻസ് നൽകും. ഈ ഡിജിറ്റൽ റൈറ്റ്സ് വഴി ഫെഡറേഷന് കോടികൾ വരുമാനവും ലഭിക്കും. ഇനി ഒരു ഹോക്കി വേൾഡ് കപ്പ് കഴിയുമ്പോൾ ബിസിനസ് തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് ലാഭമോ നഷ്ടമോ എന്ന് നമുക്ക് നോക്കാം. 2023 ഒഡീഷയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ പുറത്തുവിട്ട കണക്ക് ഇങ്ങനെയായിരുന്നു. സ്റ്റേഡിയം, സെക്യൂരിറ്റി, പ്രമോഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ചേർത്ത് ഏതാണ്ട് 150 കോടിയോളം രൂപ ചിലവായി. സ്പോൺസർഷിപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ്, ടിക്കറ്റ് സെയിൽ തുടങ്ങിയവയിലൂടെ വരുമാനമായി ലഭിച്ചത് 180 കോടിയോളം രൂപ. അപ്പോൾ ഫെഡറേഷന് പ്രോഫിറ്റായി ലഭിച്ചത് 30 കോടി രൂപയും. അപ്പോൾ ഹോക്കി വെറുമൊരു ഗെയിം മാത്രമല്ല, അതിന് പിന്നിൽ കോടികളുടെ ബിസിനസ്സും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരു ചെറിയ ആശയമായി തുടങ്ങിയ ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. രാജ്യങ്ങൾക്കിത് വെറും ഒരു മത്സരം മാത്രമല്ല, അഭിമാനം, ചരിത്രം, പ്രതാപം, ദേശീയ വികാരം അതെല്ലാം ചേരുന്ന വേദിയാണ്. അതുകൊണ്ട് തന്നെ അതുപോലൊരു വലിയ വേദിയിൽ മത്സരിക്കുക എന്നത് ഏതൊരു പ്ലെയറുടെയും വലിയ ആഗ്രഹമാണ്. അത് ഹോക്കി എന്നല്ല, ഏത് ഗെയിമാണെങ്കിലും. എന്നാൽ ഏത് കളിയായാലും ഒരു നല്ല പ്ലെയറെ വാർത്തെടുക്കുന്നതിൽ, അവരെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പലർക്കും വലിയ പങ്കുണ്ട്.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.